മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഷീല. 1960കളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ നടിക്ക് 2 പതിറ്റാണ്ട് കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുവാൻ സാധിച്ചിരുന്നു. 1962ലാണ് MGR നായകനായ പാസം എന്ന സിനിമയിലൂടെ ഷീല തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. 1968ൽ പുറത്തിറങ്ങിയ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ ശോഭ എന്ന കഥാപാത്രമാണ് ഷീലയുടെ താരമൂല്യം കൂട്ടിയത്. മലയാളത്തിന്റെ അതുല്യ നടൻ പ്രേം നസീറിന്റെ കൂടെ നിരവധി സിനിമകളിൽ ഷീല അഭിനയിച്ചിരുന്നു. ഇപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഒരു സിനിമാ ഷൂട്ടിന്റെ ഇടയിൽ തിയേറ്ററിൽ പോയതിന്റെ അനുഭവം പങ്കുവെക്കുകയാണ് നടി. പണ്ട് കേരളത്തിൽ സിനിമാ ചിത്രീകരണം എന്നത് അപൂർവമാണ്. മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളുടെ തട്ടകമായിരുന്നത് മദ്രാസിയായിരുന്നല്ലോ. താരങ്ങളും അന്ന് അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. വല്ലപ്പോഴും പാട്ട് സീൻ എടുക്കാനാണ് കേരളത്തിൽ പോകുന്നത്. അത് കേരള തനിമ കൊണ്ടുവരാൻ, തെങ്ങും മറ്റുള്ള സീനറി ചിത്രീകരിക്കാനാണ്. ആ സമയത്ത് നിയന്ത്രിക്കാനാവാത്ത ജനക്കൂട്ടമായിരിക്കും. ഇന്ന് താരങ്ങളെ അടിക്കടി കാണാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് അവസരമുണ്ട്. അന്നത്തെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. ഒരിക്കൽ അത്തരത്തിൽ ചിത്രീകരണത്തിനിടയിൽ വീണ് കിട്ടിയ ബ്രേക്കിൽ ഞാൻ, നസീർ സാർ, അടൂർ ബാസി എന്നിവരൊക്കെ കൂടി ഒരു പടം കാണാൻ പോയി. ഞങ്ങൾ തന്നെ അഭിനയിച്ച ചിത്രമായിരുന്നു. തലയിൽ മുണ്ടൊക്കെയിട്ടും മുഖം മറച്ചുമൊക്കെയാണ് പോയത്. തിയേറ്ററിനകത്ത് ലൈറ്റ് ഓഫാക്കിയതിനു ശേഷമാണ് കേറിയിരുന്നതും. പക്ഷെ ഇടയ്ക്ക് ആരോ ഞങ്ങളെ തിരിച്ചറിഞ്ഞു. അതോടെ തീർന്നു. പിന്നെ അവിടെ നിന്ന് ആർക്കും പടം കാണണ്ട. എല്ലാവരും ഞങ്ങളെ അടുത്തു കാണാൻ ഓടിക്കൂടി. തിയേറ്റർ മാനേജറും മറ്റും ചേർന്ന് പുറകിലെ വഴിയിലൂടെയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ആക്ഷൻ സിനിമയിലൊക്കെ കാണുന്ന രംഗങ്ങളായിരുന്നു. മതിലൊക്കെ ചാടി വീടിന്റെ ടെറസിലൊക്കെ വലിഞ്ഞു കയറി അവിടെ നിന്നും ചാടി. അങ്ങനെയൊക്കെയാണ് അന്ന് രക്ഷപ്പെട്ട് കാറിനടുത്തെത്തിയത്. അത്രയ്ക്കായിരുന്നു അന്നത്തെ ആരാധന, ഷീല പറഞ്ഞു.